ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ശോഭ ടൈലേഴ്സ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പട്ടുപാവാടയുടെയും ബ്ലൗസിൻ്റെയും കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അത് നമ്മൾ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമുക്ക് പട്ടുപാവാട എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ ബ്രൊക്കേഡിൻ്റെ ഫാബ്രിക്കാണ്. ഇത് മുറിച്ച് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കോൺട്രാസ്റ്റ് കളറിലെ ലേസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പട്ടുപാവാടയുടെ ബ്ലൗസിനോട് ചേരുന്ന കളറാണ് എടുത്തിരിക്കുന്നത്. സോ ഇതും 2.5 മീറ്റർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ലൈനിങ് ആണ്. ലൈനിങ് ഒരു 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഒരു 6 വയസ്സുള്ള കുട്ടിക്കാണ് നമ്മളിത് തയ്ക്കുന്നത്. അപ്പം ഇതിൻ്റെ അളവ് ഇച്ചിരി കൂടുതലാണ്. സാധാരണ 1.5 മീറ്റർ തൊട്ട് നമുക്ക് തുണി ഉപയോഗിക്കാം. പക്ഷേ ഇതിന് പ്ലീറ്റ്സ് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത്രയും തുണി എടുത്തിരിക്കുന്നത്, 2.5 മീറ്റർ തുണി എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാകും കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് എത്ര തുണിയുണ്ടോ അതിനനുസരിച്ച് പ്ലീറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമുല വെച്ചാണ് നമ്മളിന്ന് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മെഷർമെൻറ്റ്സാണ് ഇതിന് വേണ്ടത്, വേസ്റ്റും ലെങ്ത്തും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലെങ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൽ 26 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഈ തുണി ഒന്ന് ഓപ്പൺ ചെയ്തിടുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 26 ഇഞ്ചിൽ നിന്നും ഇതിന് ബെൽറ്റിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബെൽറ്റിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ് എടുക്കുന്നത്. സോ 26-ൽ നിന്നും 1.5 ഇഞ്ച് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു 24.5 കിട്ടും. 4.5 കിട്ടി. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ സീം അലവൻസ് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടിഭാഗം നമ്മൾ ലേസ് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു അര ഇഞ്ചും പിന്നെ മേൽഭാഗം ബെൽറ്റ് ജോയിൻ ചെയ്യുന്നതിന് ഒരു 1/2 ഇഞ്ചും, അങ്ങനെ 1 ഇഞ്ച് സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 25.5 വരും. അപ്പോൾ ആ 25.5 വെച്ച് നമ്മളിതൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ ലെങ്ത്തിനനുസരിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലേസ് എടുക്കുക. നമ്മളിപ്പോൾ തുണിയുടെ റോങ് സൈഡാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ ലേസിൻ്റെ റോങ് സൈഡ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ അറ്റത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ആ തുണിയുടെ ബോർഡർ പോർഷനും അതായത് ലേസിൻ്റെ താഴ്ഭാഗത്തും ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പം ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇനി നമ്മളിത് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തതിന് ശേഷം നമ്മളിത് ലേസ് ഇതേപോലെ വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. നല്ലവണ്ണം പ്രസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പം നന്നായിട്ട് ഇരിക്കും. പിന്നെ അതിന് ശേഷം ഈ മുകൾഭാഗം ഈ തുണിയിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് അരികിലൂടെ തന്നെ അടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അരികിലൂടെ തന്നെയാണ് അടിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ്ങിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പ്ലീറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫാബ്രിക് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക. ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം അറ്റം രണ്ടും ഒന്ന് ഒരുമിച്ച് പിടിച്ചതിന് ശേഷം അവിടുന്ന് നമ്മളൊരു സീം അലവൻസ് മാർക്ക് ചെയ്യണം. നമ്മൾ എത്രയാണോ സീം അലവൻസ് ഇടാനായിട്ട് പോകുന്നത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചാണ് സീം അലവൻസ് ഇടുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടി ഈ ഫാബ്രിക് ഒന്ന് ഫോൾഡ് ചെയ്യണം. അപ്പം അത് നമ്മൾ ഇപ്പോൾ ആ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് വരെ വെച്ച് വേണം മടക്കിയെടുക്കാനായിട്ട്. കണ്ടോ, ഇതേപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മെഷർ ചെയ്യുക. വിഡ്ത്ത് ഒന്ന് മെഷർ ചെയ്യുക. എത്രയാണ് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്കിവിടെ 23 കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വിഡ്ത്ത് ഒന്ന് നോട്ട് ചെയ്യുക. അതൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ 23 കിട്ടിയിരിക്കുന്നത്. ആ 23-ൽ നിന്നും നമ്മൾ വേസ്റ്റ് അളവിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതൊന്ന് കുറയ്ക്കുക. അതായത് എൻ്റെ വേസ്റ്റ് അളവ് 22 22-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. അപ്പം അത് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 5.5. അപ്പോൾ അത് ഇതിൽ നിന്നും കുറയ്ക്കുമ്പം എനിക്ക് 17.5 ഇഞ്ച് വരും.
ഈ 17.5 ഇഞ്ചിനെ വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 5.5 കൊണ്ടാണ്. ഇവിടെ നമ്മൾ ഇതിനെ ഹരിക്കണം, അതായത് ഡിവൈഡ് ചെയ്യണം. 17.5നെ 5.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.2 ഇഞ്ച് വരും. നിങ്ങളിതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് നിങ്ങളുടെ പ്ലീറ്റ് ലെങ്ത്. ഇവിടെ എനിക്കിപ്പോൾ പ്ലീറ്റ് ലെങ്ത് ആയിട്ട് വന്നിരിക്കുന്നത് 3.2 ഇഞ്ച്. ഇനി നമ്മളിത് ഫാബ്രിക്കിൽ എങ്ങനെയാണ് ഈ പ്ലീറ്റ് ലെങ്ത് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ ഫാബ്രിക് ഒന്ന് ഓപ്പൺ ചെയ്തിടുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സീം അലവൻസ് ആണ്. അവിടെ നിന്നും ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എല്ലാവരും 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. അതിന് ശേഷമാണ് ഇനി നമ്മൾ പ്ലീറ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ പ്ലീറ്റ് ലെങ്ത്ത് 3.2 ഇഞ്ചാണ്. അത് ഞാൻ മാർക്ക് ചെയ്തു. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ മാർക്ക് ചെയ്യുക. ശേഷം 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ 3.2 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച്, അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ എല്ലാവരും 1 ഇഞ്ച് സെയിം ആണ് എടുക്കേണ്ടത്. 1 ഇഞ്ച് സെയിം എടുക്കുക. നിങ്ങൾക്ക് കിട്ടിയ പ്ലീറ്റ് ലെങ്ത് ഇതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് അങ്ങ് പോവുക. ഇനി പ്ലീറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു സീം അലവൻസിന് ഒരു ഇഞ്ച് വിട്ടായിരുന്നു, അത് എടുക്കണ്ട. പിന്നെ നമ്മളൊരു 1 ഇഞ്ച് വരച്ചു. ആ 1 ഇഞ്ചിലാണ് നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ 1 ഇഞ്ചിൽ നിന്നും നമ്മൾ വരച്ച ആ 3.2 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതേപോലെ നേരെ ഫോൾഡ് ചെയ്യുക. പിന്നെ ഈ 1 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും കണ്ടോ പ്ലീറ്റ്സ് എടുത്ത് കണ്ടോ ഇതേപോലെ ഫോൾഡ് ചെയ്ത് 3.2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിലേക്ക് പോവുക. പിന്നെ അടുത്തത് നമ്മൾ 1 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും അത് താഴെ വരെ നമ്മൾ ഒരേപോലെ മടക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ആ 1 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്നും 3.2 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതേപോലെ നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങ് പോവുക. അപ്പോൾ ഇങ്ങനെയാണ് പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 1 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് 3.2 ഇഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഫാബ്രിക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്നതുപോലെ തന്നെ കണ്ടോ, നമ്മൾ എങ്ങനെയാണോ ഫോൾഡ് ചെയ്യുന്നത് ആ ഫോൾഡ് ചെയ്യുന്ന പോലെ തന്നെ താഴെ വരെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിടിച്ചുകൊണ്ട് ആ മടക്ക് നമ്മൾ താഴെ വരെ അതേപോലെ തയ്ക്കുമ്പോൾ തന്നെ അങ്ങ് മടക്കി വെച്ച് പോവുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ശരിയാക്കാൻ നോക്കിയാൽ ആ മടക്ക് ഭാഗം ശരിയാവത്തില്ല. അപ്പോൾ ഇപ്പം തന്നെ താഴെ വരെ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. നിങ്ങൾക്ക് പിന്ന് വെച്ച് ഒന്ന് കുത്തി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയിൽ നമുക്ക് കിട്ടും പ്ലീറ്റ്സൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പ്ലീറ്റ്സ് എടുക്കുന്നത് കണ്ടിന്യൂ ചെയ്ത് പോവുക. പ്ലീറ്റ്സ് എടുക്കാൻ ഒട്ടും അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ പ്ലീറ്റ്സ് മുഴുവനും സൂചി ഇവിടം വരെ അറ്റം വരെ പ്ലീറ്റ്സിൻ്റെ അറ്റം വരെ കൊണ്ട് നിർത്തരുത് കേട്ടോ. പകുതിക്ക് കൊണ്ട് നിർത്തിയിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ അകത്തേക്ക് നമ്മൾ ആ ഫോൾഡ് ചെയ്യുന്ന ഭാഗം കയറ്റണം. അതല്ലെങ്കിൽ ചുളിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതേപോലെ സൂചി ഉയർത്തി അതകത്തേക്ക് വീതിയുള്ള പ്ലീറ്റ്സ് ആണെങ്കിൽ, അതല്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഉള്ളിലേക്ക് കയറ്റി ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പം ഞാൻ പ്ലീറ്റ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരവണ്ണം കറക്റ്റ് ആണോ എന്ന് നോക്കുക. വേസ്റ്റ് ലെങ്ത്ത് അപ്പോൾ 22 ആയിരുന്നു എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് വന്നിരിക്കുന്നത്. സോ അതിൻ്റെ കൂടെ എത്രയാ നമുക്കിത് അളന്ന് നോക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. 24 വരുന്നുണ്ട്. അതായത് ഞാൻ 1 ഇഞ്ച് സീം അലവൻസ് 2 സൈഡിലും വിട്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൂട്ടി ടോട്ടൽ 24 വന്നു. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കൃത്യതയോടെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും ഇതേ അളവിൽ തന്നെ കിട്ടുന്നതായിരിക്കും. വേസ്റ്റ് അളവിൻ്റോട് കൂടി ഒരു 2 ഇഞ്ച് മാക്സിമം എക്സ്ട്രാ വരുന്നതേ ഉള്ളായിരിക്കും. അതായത് നമ്മൾ വിട്ട ആ സീം അലവൻസേ എക്സ്ട്രാ നമുക്ക് വരത്തുള്ളൂ. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് മാക്സിമം കൂടാം. അതായത് 22 നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണെങ്കിൽ ഒരു 3 ഇഞ്ച് വരെ, നമ്മൾ സാധാരണ നോർമലി 2 ഇഞ്ചാണ് കൂടേണ്ടത്. പക്ഷേ ഒരു 3 ഇഞ്ച് വരെ കൂടുന്നതിൽ കുഴപ്പമില്ല. കുറഞ്ഞു പോയാലും നമുക്കത് പ്ലീറ്റ്സിനനുസരിച്ച് 1-2 പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ലെങ്ത് വലിപ്പം കൂടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്താൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് തേച്ചെടുക്കുക.
ഇതിന് ശേഷം ഇനി നമുക്ക് ലൈനിങ് ഫാബ്രിക്കിൻ്റെ ലെങ്ത് എടുത്ത് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ലെങ്ത്ത് 25 എടുത്തത്. ലൈനിങ്ങിന് അത്രയും വേണ്ട, കാരണം അത് അടിയിൽ വരുന്നതല്ലേ. അപ്പോൾ ഒരു 22 ഇഞ്ച് മതി. അപ്പോൾ അത് അത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. അതിനുശേഷം അത് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ റോങ് സൈഡിലാണ് കിടക്കുന്നത്. ആ റോങ് സൈഡിൽ നമ്മൾ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് റൈറ്റ് സൈഡിലോട്ട് ഇട്ടിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ ഫോർമുല ബേസിലൊന്നും പ്ലീറ്റ്സ് ഇടേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഉള്ളിലേക്ക് വരുന്നതല്ലേ. എങ്കിൽ പക്ഷേ നമ്മുടെ ആ മെയിൻ ഫാബ്രിക്കിൻ്റെ അതേ വേസ്റ്റ് ലെങ്ത്ത് വരികയും വേണം. അപ്പം ഒരു ഉദ്ദേശം കണ്ട് നിങ്ങൾ പ്ലീറ്റ്സ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഫോർമുല ബേസ് ചെയ്യണമെന്നില്ല. ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് മെയിൻ ക്ലോത്തിൻ്റെ അതേ അളവ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഇനി ഇത് നമ്മൾ സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യുക. സെൻറ്റർ കണ്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം മുകൾ ഭാഗത്ത് നിന്നും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ താഴെ ഭാഗത്തു നിന്ന്, അതായത് ബോട്ടം നിന്നും ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. മെയിൻ ക്ലോത്തിലും നമ്മൾ ഈ സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളിത് റൈറ്റ് സൈഡാണ് നമ്മുടെ ക്ലോത്തിൻ്റെ റൈറ്റ് സൈഡാണ്. അപ്പോൾ അത് സെൻറ്റർ കണ്ടൊന്ന് മടക്കുക. അപ്പോൾ അത് റോങ് സൈഡിലേക്ക് നമ്മൾ തിരിച്ച് മടക്കിയെടുക്കണം. എന്നിട്ട് നേരത്തെ ലൈനിങ്ങിൽ ചെയ്തതുപോലെ തന്നെ 2 ഇഞ്ച് മുകളിൽ നിന്നും മാർക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, താഴെ നിന്നും ഈ പോയിന്റ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ദാ ഈ 2 ഇഞ്ച് വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ലൈനിങ്ങിൻ്റെയും 2 ഇഞ്ച് വരെയുള്ള പോർഷൻ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെയും അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്, ഇവിടെയും അതുപോലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ലൈനിങ് ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക്, അതിപ്പോൾ റോങ് സൈഡിലല്ലേ കിടക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ കണ്ടോ, ഇത് റോങ് സൈഡ് തന്നെയാണ് മെയിൻ ക്ലോത്തിൻ്റെ, അതങ്ങ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ പോർഷൻ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരണം, ഒരുമിച്ച് വരണം കണ്ടോ. ഇതേപോലെ ഒരുമിച്ച് വരണം. അതിനുശേഷം മെയിൻ ക്ലോത്തും നമ്മൾ ലൈനിങ് ക്ലോത്തും ഒരുമിച്ച് പിടിച്ച് ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ തയ്ക്കുന്ന പോലെ ദാ ഈ പോർഷൻ, ആ ഓപ്പണിങ് ഒന്ന് തയ്ച്ചെടുക്കണം കണ്ടോ. ഇവിടെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം മേളിൽ നിന്നൊരു എഡ്ജിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി പോർഷനും നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്ന പോലെ സെയിം ഇപ്പുറത്തെ സൈഡും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ മുകൾ ഭാഗം മെയിൻ ക്ലോത്തും ലൈനിങ്ങും ഒരുമിച്ച് പിടിച്ച് അത് ചുറ്റി ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. മേൽഭാഗം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതിനെ നമ്മൾ മേൽഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ള ബെൽറ്റ് പോർഷൻ കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ അതാ ഞാൻ ബെൽറ്റ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് പോർഷൻ ഞാൻ പറഞ്ഞായിരുന്നു 1.5 ഇഞ്ച് വീതിയാണ് വരേണ്ടത്. സോ വീതി 1.5യുടെ നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടണം. സോ 3 ഇഞ്ച്. പിന്നെ 2 ഭാഗത്തും 1/2 ഇഞ്ച് വീതം ജോയിൻ ചെയ്യാൻ വേണം. അങ്ങനെ ടോട്ടൽ നമ്മൾ 4 ഇഞ്ച് എടുക്കുക. അപ്പോൾ 4 ഇഞ്ച് വീതിയാണ് ഈ ബെൽറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ വേസ്റ്റ് ഭാഗം എത്രയാണോ വരുന്നത് അത്രയും എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 24 ഇഞ്ചാണ് സ്കേർട്ട് ലെങ്ത് വന്നത് അല്ലേ. അപ്പോൾ അത് അത്രയും തന്നെ നീളം ഞാൻ ഈ ബെൽറ്റിന് എടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പ് ഇത് റോങ് സൈഡിലാണ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ പാവാടയുടെ ബെൽറ്റ് പോർഷനുമായിട്ട്, അതായത് മുകൾ ഭാഗമായിട്ട് ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഈ വേസ്റ്റ് പോർഷൻ എടുക്കുക. ഇത് പാവാടയുടെ നല്ല വശമാണ് കേട്ടോ. അപ്പോൾ നല്ല വശത്ത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ ബെൽറ്റിൻ്റെ റോങ് സൈഡ് റോങ് സൈഡ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഇതുപോലെ വെച്ച് രണ്ടും ഒരുപോലെ പിടിക്കണം. ഒരുപോലെ പിടിച്ച് ഒരുമിച്ച് വെച്ച് ഇത് ചുറ്റി ഒരു 1/2 ഇഞ്ച് മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ചുറ്റി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഈ അറ്റം വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ കുറച്ച് നിൽക്കും. അത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒരുമിച്ച് പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീരാറായി. ഇനിയിപ്പം നമ്മൾ ഈ അറ്റം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ആ പാവാടയുടെ ഒപ്പത്തിന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഡബിൾ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് എഡ്ജിലൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. അതിൻ്റെ എഡ്ജിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. ഈ തുമ്പ് ഇത് മുകളിലേക്ക് വെച്ചിട്ട് ഈ അരിക് ഒന്ന് 1/2 ഇഞ്ച് മടക്കുക. അരികൊന്ന് 1/2 ഇഞ്ച് മടക്കി ഈ ബെൽറ്റ് പീസ് സെൻറ്റർ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ച് നമ്മൾ ആ എഡ്ജിൽ കൂടി ഒന്ന് തയ്ച്ചെടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അരിക് ഇത് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്ത് നമ്മുടെ ആ തുമ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തു. തുമ്പ് മുകളിലേക്ക് വെച്ച് അതിൻ്റെ മുകളിൽ വേണം ഈ ബെൽറ്റ് പോർഷൻ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ എഡ്ജിലൂടെ നമ്മൾ ആ മടക്കി വെച്ച പോർഷൻ്റെ എഡ്ജിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ബെൽറ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഇനി നമുക്ക് വള്ളി അടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് വീതിയും 35 ഇഞ്ച് നീളവുമുള്ള ഒരു ഫാബ്രിക് സ്ട്രിപ്പാണ്. ഇത് ഞാൻ 2 പീസ് ജോയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഈ സൈഡിൽ നിന്നും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. ഈ സൈഡിൽ നിന്നും ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഇത് ഒന്നുകൂടി സെൻറ്റർ ഈ ഫാബ്രിക് ഒന്ന് സെൻറ്റർ കണ്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ എഡ്ജിൽ കൂടി ഇത് 2 ഒരുമിച്ച് പിടിച്ച് ഈ എഡ്ജിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വള്ളി റെഡിയാകും. ഇതുപോലെ അത് കണ്ടിന്യൂസ് അങ്ങ് ചെയ്തു പോയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ വള്ളി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ഈ വള്ളി ഒന്ന് കളർഫുൾ ആക്കാം. അതിന് വേണ്ടി ഞാൻ ബ്ലൗസ് പീസിൻ്റെ 2 ഫാബ്രിക് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ. അതിനുള്ളിലേക്ക് ഈ വള്ളി ഇങ്ങനെ വെച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന പോലെ മടക്കി വെക്കുക. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഈ അറ്റത്ത് നിന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ അറ്റത്ത് നിന്ന് തുടങ്ങി ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പുറത്തേക്ക് ഇതേപോലെ ഒന്ന് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അറ്റം ഇതുപോലെ ഇരിക്കും. പിന്നെ എക്സ്ട്രാ വരുന്ന നൂലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ ഇതേപോലെ തന്നെ ഈ സൈഡും ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വള്ളി നമ്മുടെ പാവാടയ്ക്കുള്ളിലേക്ക് നമ്മൾ സാധാരണ ഇലാസ്റ്റിക് കയറ്റുന്ന പോലെ കയറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാവാട റെഡിയായി.
കണ്ടോ വളരെ നന്നായിട്ടുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ബ്ലൗസ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പാർട്ടുമായിട്ട് ഉടനെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.